കള്ളന്മാർ പിലിക്കോട് പഞ്ചായത്തിൽ വിലസുന്നു. പിലിക്കോട് മേൽമട്ടലായി ശിവക്ഷേത്രത്തിൽ ഓഫീസിന്റെ പൂട്ട് തകർത്ത് സ്വർണവും വെള്ളിയും 40,000-ഓളം രൂപയും കവർന്നു. ക്ഷേത്രത്തിന്റെ പ്രധാന കവാടത്തിലെ ഭണ്ഡാരത്തിന്റെ പൂട്ട് തകർത്തും പണം കൊണ്ടുപോയി. ബുധനാഴ്ച പുലർച്ചെ ക്ഷേത്ര ജീവനക്കാർ എത്തിയപ്പോഴാണ് ഓഫീസിൽ കള്ളൻ കയറിയതായി അറിയുന്നത്. ഓഫീസിന്റെ വാതിലിലെ ഓടാമ്പൽ ഒടിച്ചാണ് വാതിൽ തുറന്നത്. കടലാസുകൾ വലിച്ചു വാരിയിടുകയും നിരീക്ഷണ ക്യാമറ തിരിച്ചു വയ്ക്കുകയും ചെയ്ത കള്ളൻ DVRന്റെ കേബിളുകൾ വലിച്ചിളക്കിയാണ് കവർച്ച നടത്തിയത്. ചന്ദിര പോലീസ് ഇൻസ്പെക്ടർ കെ പ്രശാന്ത്, SI കെ രാമചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് എത്തി അന്വേഷണം തുടങ്ങി. വഴിപാടായി ലഭിച്ച സ്വർണവും വിഗ്രഹത്തിൽ ചേർത്താൻ നിർമ്മിച്ച രൂപങ്ങളും ഉൾപ്പെടെ 3.5 പവൻ സ്വർണവും വെള്ളി രൂപങ്ങളും 40,000 രൂപയും ഉൾപ്പെടെ ഓഫീസിലെ അലമാര തകർത്താണ് കവർന്നത്. പിലിക്കോട് മേൽമട്ടലായി മഹാശിവക്ഷേത്രത്തിൽ ഇന്ന് കാലത്തെ 5:50 കൗണ്ടർ ജീവനക്കാരും മറ്റ് ജീവനക്കാരും ക്ഷേത്രത്തിൽ എത്തിയ സമയത്ത് ക്ഷേത്ര കൗണ്ടറിൻ്റെ പൂട്ട് പൊളിച്ച് വാതിൽ തുറന്നിട്ടതായി കാണാൻ സാധിച്ചു. ജീവനക്കാർ പല നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ നോക്കിയപ്പോൾ ഷെൽഫ് തുറന്ന് അതിനകത്ത് സൂക്ഷിച്ച ക്യാഷും സ്വർണ്ണ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടതായിട്ട് മനസ്സിലായി. ക്ഷേത്രനടയിലെ കിഴക്കേ ഭണ്ഡാരം തകർത്ത് അതിനകത്തെ പണവും കവർന്നു. മഴ തുടങ്ങുമ്പോഴേക്കും പിലിക്കോട് കള്ളന്മാർ വിലസുകയാണ്. കഴിഞ്ഞ ദിവസമാണ് തൊട്ടടുത്ത ചന്ദിരയിലെ പ്രവാസി കെ സിദ്ദീഖ് ഹാജിയുടെ വീട്ടിൽ നിന്നും 22 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർച്ച നടത്തിയത്. വീട്ടുകാർ പുറത്തുപോയി 6 മണിക്കൂറിനുള്ളിലാണ് വീടിന്റെ വാതിൽ തകർത്ത് സ്വർണ്ണാഭരണങ്ങൾ കവർന്നത്. അതേസമയം ക്ഷേത്രത്തിന്റെ ഓഫീസിലെ നിരീക്ഷണ ക്യാമറ തിരിച്ചുവെച്ച് നടത്തിയ കവർച്ചയിൽ കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശിയുടെ നേതൃത്വത്തിലാണെന്ന സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഉറുമേസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.